കോടതിക്ക് എന്താണ് റോള്? ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷനും ജുഡീഷ്യൽ ഇന്റർഫറൻസ് ഒക്കെ അതാത് സമയത്ത് ചെയ്താൽ മതി. കോടതി ജുഡീഷ്യൽ ആക്ടിവിസ്റ്റ് ഒക്കെ കയ്യിലിരുന്നാൽ മതി. ഇപ്പൊ ഇന്ന് കിട്ടിയിരിക്കുന്ന സുപ്രീം കോടതിയിൽ നിന്നുള്ള തിരിച്ചടി അടക്കം 11ാമത്തെ തിരിച്ചടിക്ക് വേണ്ടി പ്രതിനിധിയും മറ്റുള്ളവരും കാത്തിരിക്കുക. അരുൺകുമാർ, ഇതിന്റെ മൗലികമായ വിഷയങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്പ്രിംഗ്ലർ കേസിൽ തന്നെ കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടല്ലോ, ഒരാവശ്യത്തിന്, ഒരു ഔദ്യോഗിക ആവശ്യത്തിന് ഡേറ്റ നൽകുകയാണെങ്കിൽ ആ ആവശ്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കാവൂ, ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ളവ. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ അതിൽ കൺസെന്റ് വേണം. ഇവിടെ ജീവനക്കാർ അവരുടെ ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി, അവരുടെ ശമ്പളത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഡാറ്റയാണ് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ കൺസെന്റ് ഇല്ലാതെയാണ് ഇങ്ങനൊരു മെസ്സേജ് മുഖ്യമന്ത്രിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പം നമ്മൾ ഒരു കടയിൽ പോയിട്ട്, റിലയൻസിന്റെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ നമ്പർ വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം, കൗണ്ടറിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് നമ്പർ കൊടുക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്കൊരു സ്വകാര്യ സ്ഥാപനം മെസ്സേജ് അയക്കുന്നത്, ഡാറ്റ നമുക്ക് മെസ്സേജ് അയക്കുന്നത് നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ കൊടുത്തിട്ടാണ്. ഇവിടെ ഇപ്പോൾ സർക്കാർ ജീവനക്കാർ അവരുടെ നമ്പർ അവരുടെ ശമ്പളത്തിന്റെ കാര്യത്തിനു വേണ്ടി ഔദ്യോഗികമായ ഒരു സംവിധാനത്തിലേക്ക് കൊടുത്തതാണ്, ആ നമ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ നമുക്കതിനെ സമീകരിക്കാൻ പറ്റില്ല. കൺസെന്റ് ഇല്ലാതെ സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ എന്തിനുപയോഗിച്ചെന്ന ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, വേറെ ഏതെങ്കിലും ഏജൻസി സാങ്കേതിക സഹായത്തിനായോ മറ്റോ ഈ ഡാറ്റാബേസ് കൈവശപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടോ? സ്റ്റേറ്റ് IT മിഷനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എങ്കിൽ ഈ ഡാറ്റ എക്സ്ട്രാക്ഷനിലോ അതല്ലെങ്കിൽ കൈകാര്യത്തിലോ ഏതെങ്കിലും തരത്തിലൊരു സ്വകാര്യ ഏജൻസി അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷി അതിൽ ഇടപെട്ടിട്ടുണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഡാറ്റ ബ്രീച്ചിലേക്ക് പോകും. സർക്കാർ ചെന്നുപെടാൻ പോകുന്നത് ഒരു വലിയ വിഷമവൃത്തത്തിലല്ലേ? ആ ചോദ്യം ഏതായാലും നന്നായി. ഈ സ്പാർക്ക് പ്രവർത്തിക്കുന്ന എന്തിനാ? ശമ്പളം, വേതനം, പെൻഷൻ, മറ്റ് സേവന വ്യവസ്ഥകളെല്ലാം മെസ്സേജ് ആയിട്ട് സർക്കാർ ജീവനക്കാർക്ക് വരുന്നു. ശമ്പളവും വരും, പെൻഷൻ കിട്ടുന്നവരുടെ വരും, മറ്റ് സേവന വ്യവസ്ഥകൾ, ആനുകൂല്യം എല്ലാം വരും. നിങ്ങൾക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ച DA കുടിശ്ശിക ഇതാ വിതരണം ചെയ്യാൻ പോകുന്നു, ഇത്ര ശതമാനം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഒരു സേവന വ്യവസ്ഥ തന്നെയല്ലേ? ശമ്പളത്തിന്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും ഭാഗമായിട്ടുള്ള ഒരു നിർദ്ദേശം തന്നെയല്ലേ? ഒരു ഇൻഫർമേഷൻ തന്നെയല്ലേ? ആ ഇൻഫർമേഷൻ ഏതെങ്കിലും ആളുകളുടെ വോട്ടഭ്യർത്ഥിക്കുന്നതല്ലോ, 100 രൂപ തിരിച്ച് കടം ചോദിക്കുന്നതല്ലോ, 1000 രൂപ സംഭാവന തന്നെ എന്ന് പറയുന്നതല്ലോ. അതായത് എന്താണോ ഈ സംസ്ഥാനത്തെ രാജ്യത്തെ നിയമം, ആ നിയമവ്യവസ്ഥ തന്നെയാണ്. ഈ രാജ്യത്തെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല, ഒരു റൂളും ലംഘിച്ചിട്ടില്ല, ഒരു കോടതികളുടെ വിധിയും ലംഘിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇത് മൂന്നാമത് ആർക്കെങ്കിലും കൊടുത്തോ എന്ന അനുമാനമാണ്. ഇത്തരത്തിലുള്ള അനുമാനം കുറെ നമ്മൾ ചർച്ച ചെയ്തല്ലോ അടുത്ത ദിവസങ്ങളിലെല്ലാം. ഇന്ന് സുപ്രീം കോടതി എത്ര ക്ലാരിറ്റിയോടാണ് പറഞ്ഞത്. ഭരണഘടനാ സ്ഥാപനമായ കോടതി, ഭരണഘടനാ സ്ഥാപനം തന്നെയായ നിയമസഭയുടെ അധികാരത്തിൽ ഇടപെടാൻ പാടില്ല, ഓവർ റിച്ച് ചെയ്യരുത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇല്ലീഗാലിറ്റി, ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ ഇടപെടാം. അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ബജറ്റ് നിർദ്ദേശത്തിന്റെ പണം ഏത് ഡിപ്പാർട്ട്മെന്റ് വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണോ? കോടതിക്ക് എന്താണ് റോള്? ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷനും ജുഡീഷ്യൽ ഇന്റർഫറൻസ് ഒക്കെ അതാത് സമയത്ത് ചെയ്താൽ മതി. കോടതി ജുഡീഷ്യൽ ആക്ടിവിസ്റ്റ് ഒക്കെ കയ്യിലിരുന്നാൽ മതി. നിയമസഭ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനാഭിലാഷങ്ങളുടെ പ്രതിഫലനം നടക്കുന്ന ഏറ്റവും പരമോന്നത സഭയാണ്. ആ സഭയുടെ അധികാരത്തിൽ വന്ന് ഇടപെടുക നിർദ്ദേശിച്ചിട്ടുള്ളൂ. ലെജിസ്ലേച്ചറിന്റെ അധികാര പരിധിയിൽ കോടതി ഇടപെടരുതെന്നുള്ള താങ്കളുടെ വാദത്തോട് ഞാൻ 100% യോജിക്കാം. പക്ഷേ അതിന്റെ താത്വികമായ കാര്യം അവിടെ നിൽക്കട്ടെ. ഇവിടെ റൂൾസ് ഓഫ് ബിസിനസിന്റെ വയലേഷനാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്ന കാര്യം മറക്കരുത്. എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായി ബജറ്റിൽ തുക നീക്കി വെക്കുകയോ ഇനി അങ്ങനെ അല്ലാത്തതിന് നിയമസഭയുടെ അനുമതി വാങ്ങുകയോ ചെയ്യണം. അങ്ങനെ ചെയ്യാതെ ആണ് PR സ്പെഷ്യൽ ഫണ്ട് എന്നുള്ള നിലയിൽ ആ പണം ചെലവഴിച്ചിട്ടുള്ളത്. അവിടെ റൂൾസ് ഓഫ് ബിസിനസിന്റെ വയലേഷനാണ്, അല്ലാതെ ലെജിസ്ലേച്ചറിന്റെ അധികാരത്തിൽ കോടതി ഇടപെട്ടതല്ല. അത് തെറ്റാണ്. ഇന്നിപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞില്ലേ, KSUവിന്റെ നേതാക്കന്മാരുടെ വാദം കേട്ടില്ല. ഈ വാദമൊക്കെ അവിടെ കേട്ടു. KSUവിന്റെ വക്കീലന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ വാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായിരുന്നു ഇത്. അതായത് ബജറ്റിൽ അലോട്ട് ചെയ്തത് 4.6 കോടിയാണ്. ഈ പ്രോഗ്രാം പൂർത്തീകരിക്കുന്നതിൽ 20 കോടി രൂപ വേണം. അതുകൊണ്ട് നിയമസഭയുടെ അനുവാദം കിട്ടിയിട്ട് മാത്രമേ ഈ പ്രോജക്റ്റ് ആരംഭിക്കാവൂ എന്നില്ല. അഭിലാഷ സമയം കിട്ടുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 205(1)(b) ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഇത് ഈ പദ്ധതിയൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞ് നിയമസഭയുടെ അനുവാദം വാങ്ങിച്ചാൽ മതി. അത് ഭരണഘടനയിൽ തന്നെ പറയുന്നു. രണ്ടാമതെന്താ, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ റൂൾസ് ഓഫ് ബിസിനസ് ഒക്കെ പറഞ്ഞു, ധനകാര്യ വകുപ്പിന്റെയും മന്ത്രിസഭയുടെയും അത് ഭരണാനുമതി, സാമ്പത്തിക അനുമതി, ബജറ്റ് മാനുവലിന്റെയും ഫിനാൻഷ്യൽ മേഖലയുടെ എല്ലാ നടപടിക്രമം എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ആർട്ടിക്കിൾ 166(3) പ്രകാരം നിയമപരമായി തന്നെയാണ് ഈ ഗവൺമെന്റ് പോയത്. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി
ലീഗലായിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. ഗവൺമെന്റിന് എല്ലാ അധികാരമുണ്ട്. ജനാഭിലാഷങ്ങളെ കുറിച്ച് ചോദിച്ചറിയാൻ, നടത്തിയ സേവനങ്ങളെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ, വീണ്ടും പ്രതികരണം തേടുന്നതിൽ എന്താണ് തെറ്റ്? 5 തവണയാണ് ഇന്ന് സുപ്രീം കോടതി ചോദിച്ചത്. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്റെ പ്രവർത്തകരോട് ഒരു പൊതുപ്രവർത്തന മേഖലയിൽ ഇടപെടണം എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് തെറ്റ് എന്ന് 5 തവണയാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചത്. കഴിഞ്ഞ 3-4 ദിവസം ഞങ്ങളൊക്കെ പല ചാനലിൽ ചർച്ചയിലിരുന്നാണല്ലോ ഈ വാദം ഞങ്ങൾ ഉന്നയിച്ചപ്പോ എന്തൊക്കെ ആക്രമണം നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് പരമോന്നത നീതിപീഠം കൃത്യമായി ക്ലാരിറ്റിയോടെ പറഞ്ഞിരിക്കുന്നു, ഒരു ജനാഭിലാഷങ്ങൾ അറിയാനും ജനസേവന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു ജനകീയ സർക്കാരിന് അധികാരമുണ്ട്. ഇവിടെ ആ ജനകീയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിവാദങ്ങൾ ഉയർത്തി തടസ്സപ്പെടുത്തുക എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഒറ്റ കാര്യം, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീട് പൂർത്തീകരിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് 2021 പറഞ്ഞതാ കോൺഗ്രസ്. ഇന്ന് നമ്മുടെ കേരളം ആപ്പ് ഇപ്പൊ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇത് പ്രളയകാലത്ത് മെസ്സേജ് ഉണ്ടായില്ലല്ലോ, കോവിഡ് കാലത്ത് മെസ്സേജ് ഉണ്ടായില്ലല്ലോ, ഓക്കി ദുരന്ത കാലത്ത് മെസ്സേജ് ഉണ്ടായിട്ടില്ലല്ലോ. അന്നൊന്നും മെസ്സേജ് സിസ്റ്റം ഇല്ല. ഡിജിറ്റൽ കേരളമായിട്ട് മാറി. 100 സേവനങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങളുടെ വിരൽ തുമ്പിലാണ്. വിവാഹിതരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ ആ വിവാഹ പന്തലിൽ ഇരുന്ന മൊബൈലിലൊന്നും ഞെക്കിയ വിവാഹ സർട്ടിഫിക്കറ്റ് വരുന്ന തരത്തിൽ ഒരു സർക്കാർ ഓഫീസുകളിലും പോകേണ്ടാത്ത സ്ഥിതിയിലേക്ക് കേരളം മാറി. PSC പരീക്ഷ എഴുതുന്നവരുടെ പ്രായം 40 വയസ്സാക്കി മാറ്റി. ഒരു പ്രളയമോ ദുരന്തമോ വന്നാൽ കേരളത്തിലെ മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും ഇൻഷുറൻസ് ചെയ്യുന്ന നിയമം കൊണ്ടുവന്നു. ഇത്തരത്തിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന തീരുമാനങ്ങൾ വരുമ്പോഴും അതൊരു മാധ്യമവും ചർച്ചയാക്കരുത്. അതിനുവേണ്ടി വിവാദങ്ങൾ ഉയർത്തുക, അങ്ങ് ഹൈക്കോടതി പോവുക, കേസ് കൊടുക്കുക, കേസിന്റെ ഉള്ളടക്കം വെച്ച് ചർച്ച നടത്തുക, കോടതിയുടെ സംശയങ്ങൾ വെച്ച് ചർച്ച നടത്തുക, ഇതാണ് ലക്ഷ്യം. ഇതൊക്കെ ഇപ്പൊ 10 തവണയാണ് തിരിച്ചടി, തുടർച്ചയായിട്ട് 10 തവണയാണ് അടുത്ത കാലത്ത് തിരിച്ചടി കിട്ടിയത്. 11ാമത്തെ തിരിച്ചടിയും വരും. നമുക്കറിയാലോ, തോട്ടപ്പള്ളി മുതൽ ബ്രൂവറി മുതൽ EP ജയരാജനെതിരായിട്ടുള്ള മേഴ്സിക്കുട്ടിയുടെ കേസ്, MM മണി ഡാം തുറന്നു വിട്ടു എന്നുള്ള കേസ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കേസ്, PPE കിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് K ഫോൺ, AI ക്യാമറ, രേഖ ചോദിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ പോയ കേസ്, ഇപ്പൊ ഇന്ന് കിട്ടിയിരിക്കുന്ന സുപ്രീം കോടതിയിൽ നിന്നുള്ള തിരിച്ചടി അടക്കം 11ാമത്തെ തിരിച്ചടിക്ക് വേണ്ടി നീതിയും മറ്റുള്ളവരും കാത്തിരിക്കുക. അടുത്ത ദിവസം നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാം.